ഒരു രാഷ്ട്രീയ നിരീക്ഷകനും പഴയ ഒരു ഇടതുപക്ഷ സഹയാത്രികനും ആയ അഡ്വക്കേറ്റ് മഹേഷ് റാം ഇപ്പോഴത്തെ നമ്മുടെ പിണറായി വിജയൻ സഖാവിന്റെ സ്ഥിതിയെപ്പറ്റി അവലോകനം ചെയ്യും. പറഞ്ഞാൽ സാറേ, പിണറായി വിജയൻ സഖാവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റി ഒന്ന് പറഞ്ഞാൽ. ഈ രാഷ്ട്രീയ നേതാക്കള് ജനങ്ങളിൽ നിന്നും അകന്നു കഴിഞ്ഞാൽ പിന്നെ ആ രാഷ്ട്രീയ നേതാവ് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് കാര്യമില്ല. കാരണം ഓരോ രാഷ്ട്രീയ നേതാക്കളും ജനങ്ങൾക്ക് വേണ്ടിയാണ് നിൽക്കേണ്ടത്. ഈ അനുഭവമാണല്ലോ ഗുരു. അപ്പം അഹങ്കരിച്ചു കഴിഞ്ഞാൽ ഏതൊരാളും ഒന്നുമല്ലാതായിരിക്കും. അതേപോലെ പിണറായി സഖാവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റി താങ്കൾക്ക് എന്താണ്? അല്ല, അദ്ദേഹത്തിന് ഇപ്പൊ വോയിസ് ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ തന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് പ്രായമായി. അദ്ദേഹം നേരത്തെ നല്ലൊരു രാഷ്ട്രീയ നേതാവായിരുന്നു. പക്ഷെ അത് എന്തുകൊണ്ടോ അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിൽ ഒരു രാഷ്ട്രീയ നേതാവായി തന്നെ മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് പറ്റിയില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ചില ഉപജാത സംഘങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത്. ഞാൻ ചോദിക്കുന്നതല്ല, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി പരിതാപകരമല്ലേ? 100% ശരിയാണ്. അദ്ദേഹം ഇപ്പൊ ഒരു സത്യം പറഞ്ഞാല് ഒരു വിഷണനായി ഉള്ള ജീവിതം അല്ല, അദ്ദേഹത്തിന് ഒത്തിരി മൂഡൌട്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് സത്യത്തിൽ സ്വാഭാവികമായിട്ടും ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. വൻ പരാജയമാണല്ലോ കിട്ടിയിരിക്കുന്നത്. ആ പരാജയം സത്യത്തിൽ ഏറ്റുവാങ്ങിയതല്ലേ നിയമസഭയില് അദ്ദേഹത്തിന് ഏറ്റുവാങ്ങുന്ന അദ്ദേഹത്തിന്റെ പാർട്ടിയുള്ള ആൾക്കാർ ഏറ്റുവാങ്ങുന്ന അവഹേളനത്തെ പറ്റി. അല്ല, കൃത്യമായ മറുപടി പറയാനുള്ള ആ ഒരു സംവിധാനം ഇപ്പൊ അവർക്കില്ല. കാരണം അവര് മൊത്തത്തില് കഴിഞ്ഞ 10 വർഷം ഭരിച്ചു. ജനങ്ങൾക്ക് വേണ്ടി ഒരു വലിയ കാര്യങ്ങളൊന്നും അവർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. പിന്നെ അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ അതുമായിട്ട് അവർ മുന്നോട്ട് പോയി. അതുകൊണ്ടൊരു ശക്തമായ പ്രതിപക്ഷമായിട്ടിരിക്കാൻ അവരെ കൊണ്ട് പറ്റും. ഈ പിണറായി സഖാവിന് ഈ നിയമസഭയിൽ വാങ്ങേണ്ടി വരുന്ന അവഹേളനത്തെ പറ്റി താങ്കളുടെ അഭിപ്രായം? ശക്തമായ ഒരു പ്രതിപക്ഷം ഇല്ലല്ലോ. പ്രതികരിക്കത്തക്ക രീതിയിലുള്ള ഒരു ശക്തമായ പ്രതിപക്ഷം ഇല്ലാതായിപ്പോയി. കാരണം അത് കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് മനസ്സിലാക്കിയാണ് ഇപ്രാവശ്യം അവര് ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്തത്. അതല്ല, ഈ വി ഡി സതീശനെ പോലെയുള്ള നല്ലൊരു വാഗ്മി, ഒരു വാചാലൻ ആയിട്ടുള്ള ആളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പിണറായിയുടെ ആൾക്കാർക്കും കഴിയുന്നില്ല എന്നുള്ളത് വാസ്തവമല്ല. അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷമേ നിയമസഭയിൽ പറയത്തുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതികരണം, അദ്ദേഹത്തിന് എന്ത് സംസാരിക്കുന്നു അതനുസരിച്ച് പ്രതികരിക്കത്തക്ക രീതിയിലുള്ള ഒരു ഇടതുപക്ഷ മെമ്പർമാരായിട്ട് ഇപ്പം ഏവലതായിട്ട് അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. അല്ല, യഥാർത്ഥത്തിൽ അവിടെ അപമാനിക്കപ്പെടുകയല്ലേ? തീർച്ചയായിട്ടും അപമാനിക്കപ്പെടും. ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ 10 വർഷം കാണിച്ചത്. അല്ല, യഥാർത്ഥത്തിൽ അവരുടെ അറിവില്ലായ്മ വലിയൊരു ഘടകമല്ലേ? അറിവില്ലായ്മ തന്നെയല്ല, ശക്തമായ രീതിയിൽ പ്രതികരിക്കാനുള്ള അറിവില്ലായ്മ കാണും. തീർച്ചയായിട്ടും കാണുമായിരിക്കാം. കാരണം ആ ഒരു വിഭാഗത്തിനെതിരെ ആ വിഭാഗത്തിൽ തന്നെ ശക്തമായ രീതിയിലുള്ള വളരെ ബഹൽഫന്മാരായിട്ടുള്ള മെമ്പേഴ്സിനെ തെരഞ്ഞെടുക്കാമായിരുന്നു. അവരെല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു നിയമസഭാ മെമ്പറായിട്ട് ചില ആൾക്കാർ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ സത്യം പറഞ്ഞാല് ഈ കേരള നിയമസഭയില് ഇടതുപക്ഷം തുണിയുരിഞ്ഞ് നിൽക്കുന്ന പ്രതീതിയാണ് അല്ലേ? അതായത് നാണം കെട്ടുള്ള പ്രതീതിയാണ് അല്ലേ? ഏതായാലും ജനങ്ങളുടെ മുമ്പിൽ ഇത്രയും അപമാനിക്കപ്പെടുന്ന ഒരു പ്രതിപക്ഷം, പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിപക്ഷം അങ്ങ് കണ്ടിട്ടുണ്ടോ? അങ്ങയുടെ അല്ല, പ്രതിപക്ഷം തന്നെ ഉണ്ടാക്കിയെടുത്ത സാധനമല്ലോ ഇതെല്ലാം. അവരുടെ പേരിലാണ് കുറ്റം മൊത്തം. അതല്ല, ഇത്രയും അവഹേളനം വാങ്ങിയ ഒരു പ്രതിപക്ഷത്തെ അങ്ങ് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഒന്നും പറയാനില്ല. പിന്നെ അവഹേളനം കേൾക്കുക, പോവുക. അല്ല, 100 മെമ്പേഴ്സ് ആണല്ലോ യൂണിറ്റിന്റെ മെമ്പേഴ്സ് മാത്രമല്ല, ഇവരിലെ ആർക്കും ഒരു മറുപടി പറയാനുള്ള കഴിവുള്ളവരല്ല, അറിവുള്ളവരല്ല. വോയിസ് ഇല്ല എന്നുള്ളതാണ്. അതല്ല, അറിവില്ലായ്മ ഉണ്ട്. പിണറായി സഖാവിന്റെ പെർഫോമൻസ് വളരെ മോശം. ഇല്ല, അദ്ദേഹത്തിന് പ്രായമാണ്. അല്ല, പണ്ടും അദ്ദേഹത്തിന് വലിയ അറിവുള്ള ആളാണെന്ന് വിശ്വസിക്കുന്നില്ല, ഇല്ലല്ലോ? അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അല്ല, താങ്കളുടെ അഭിപ്രായം? അല്ല, ഈ അറിവില്ലായ്മ കുറേയുണ്ട്. അപ്പോൾ മഹേഷ് റാം സാറിന്റെ ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന് കൂടുതൽ